ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ അലസത അഥവാ മടിയെക്കുറിച്ചിട്ടാണ്. എല്ലാവർക്കും മടിയുള്ളതാണല്ലേ. അപ്പം ഒരു വീഡിയോയുടെ തമ്മിൽ എന്ത് ക്ലിക്ക് ചെയ്ത് വന്ന കൂട്ടർക്കും മടിയുണ്ടാവും. അപ്പോൾ ഈ മടി മാറ്റാനുള്ളത് എന്താണ് അലസത എന്ന് പറയുന്നത് ആദ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ അലസതയ്ക്ക് കാരണം എന്തെല്ലാണ്, എങ്ങനെയാണ് അലസത മാറ്റുക, ഈ 3 കണ്ടന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എന്താണ് അലസത എന്ന് പറയുന്നത്? അലസത എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. അതായത് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് നേരം കൂട്ടി കഴിക്കുക. പല കാരണങ്ങളും അലസതയ്ക്ക് ഉണ്ടാവും. നമുക്ക് കാരണങ്ങളിലേക്ക് പിന്നീട് എടുക്കാം. ഈ അലസത ഉണ്ടായുള്ള കുഴപ്പങ്ങളും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അലസത ഉണ്ടായുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമ്മളൊരിടക്ക ഇതാവും. മടിയന്മാരാകുമ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് നേരം കിട്ടും. അപ്പം നമ്മൾ സ്വഭാവം എന്താവും, ഒരിടത്തേക്ക് മാത്രം ഒതുങ്ങും. നമ്മളെ സോഷ്യൽ ആക്റ്റീവ്നെസ് പോവും. പിന്നെ നമുക്ക് പലതരം ഫോബിയാസ് വരും, നമുക്ക് പലതരം പേടികൾ വരും. അതായത് ഏറ്റവും ഉദാഹരണത്തിന് പറയാൻ പറ്റുന്നത് സോഷ്യൽ ആങ്സൈറ്റിയാണ്. അതായത് സമൂഹത്തെ മുമ്പിലെത്താനുള്ള പേടി. പലരും ക്വാറൻറ്റൈനിൽ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആൾക്കാരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് വരെ മറന്നുപോയി എന്ന് പറയുന്നത് കേട്ടത്. കാരണം ആ ഒരു രീതി ക്വാറൻറ്റൈൻ സമയത്ത് ഇതാക്കുക. പിന്നെ നമുക്ക് അലസതയ്ക്ക് പ്രധാനമായിട്ട് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗമാണ്. അതായത് നമ്മൾ ഇവരുടെയൊക്കെ തന്നെ ഇരുന്ന് ഇങ്ങനെ വീഡിയോയും കണ്ട്, പിന്നെ ഇൻസ്റ്റയിൽ റീൽസും തോണ്ടി, യൂട്യൂബിലെ ഷോർട്സും കണ്ട്, ഫേസ്ബുക്കിലും വീഡിയോസ് കണ്ട് ഇങ്ങനെ ഇതാക്കി വാട്സാപ്പിലും ചാറ്റ് ചെയ്ത് ഒരിടയ്ക്ക് തന്നെ കുത്തി ഇരുന്നിട്ടാണ് എല്ലാവർക്കും മടി പിടിക്കുന്നത്. സൗകര്യങ്ങൾ കൂടുമ്പോഴാണ് മടി പിടിക്കുന്നത്. എന്നെ പഠിപ്പിച്ചപ്പോൾ മാഷൊക്കെ പറഞ്ഞിരുന്നു. അതായത് ഈ പഠിക്കാൻ മടിയുള്ള കൂട്ടർ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കെല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടുന്നുണ്ടാണ്. അതായത് വെറുതെ ഇരുന്ന് തിന്നാൻ പറ്റുന്ന സിറ്റുവേഷൻ കിട്ടിയ മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവി വെറുതെ ഇരിക്കുക തന്നെ ചെയ്യും, അല്ലാതെ പണിയെടുത്തിട്ട് തിന്നാൻ നോക്കുകയില്ല. പിന്നെ അലസത പല കാര്യങ്ങളിലും ഉണ്ടാവും. അതായത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അതേപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്ക് ജോലിക്ക് പോകാൻ മടിയായിരിക്കും. യുവാക്കൾക്ക് ജോലി തേടി പോകാനും ജോലിക്ക് പോകാനും മടിയായിരിക്കും. അത് നാണക്കേടുകൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ പലരും. അതായത് എല്ലാ കമ്പനിക്കാരും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ നിങ്ങളെ ജോലിക്ക് എടുക്കൂ. ആരെങ്കിലും ഒരാളെടുത്താലും എക്സ്പീരിയൻസ് കിട്ടുന്ന എത്ര പറഞ്ഞെടുത്താലും മനസ്സിലാവാത്ത കൂട്ടറാണ് കമ്പനിക്കാർ. അത് മറ്റു കാര്യമില്ല. എടുക്കുന്ന കൂട്ടറുണ്ട്, എടുക്കാത്ത കൂട്ടറുണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടം. നമ്മളതിനെക്കുറിച്ച് അധികം ബോധറാവുന്നില്ല. ഓക്കെ, നല്ല സുഖസുന്ദരമായത്. അതായത് മടിയന്മാരുടെ മടിയുടെ കാരണം എന്ന് വെച്ചാൽ വേനൽക്കാലം അയ്യോ എന്ത് ചൂട്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ലേ, അയ്യോ ചൂടെടുത്ത് ചൂപ്പാട് കഴിഞ്ഞ്. ഇതപ്പം മഴ പെയ്യാൻ തുടങ്ങി. അയ്യോ എന്തൊരു മഴ, തണുത്തിട്ട് നിർത്തിയില്ല. എ സി വാങ്ങി EMI അടക്കാൻ നോക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ എ സി വാങ്ങിക്കുമ്പോൾ അപ്പോഴത്തേക്ക് മഴ പെയ്തിട്ട്. ഇന്നലെ വരെ മഴേനെ കുറ്റം വേനലിനെ കുറ്റം പറഞ്ഞു വിട്ട് അയ്യോ എങ്ങനെയെങ്കിലും വെയിൽ മതിയേനു, അയ്യോ വെയിലേനും നല്ലതെന്ന് പറയുന്നു. ഓക്കെ, അപ്പം മടിയന്മാർ എന്താ പറയുക, അയ്യോ എന്തൊരു മഴ, പുറത്തിറങ്ങാൻ കഴിയില്ലേ, എനിക്ക് പീടിയിൽ പോകാൻ കഴിയില്ല, എനിക്ക് പണിക്ക് പോകാൻ കഴിയൂലേ, എനിക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ലേ, അയ്യോ. പിന്നെ നമ്മളെ പിള്ളേർക്കുള്ളൊരു കുഴപ്പമുണ്ട്. കലക്ടർ എന്നത്തെ ഉദ്യോഗസ്ഥരോട് പോയി ചോദിക്കും, നാളെ ലീവ് ഉണ്ടോ. ഇതൊക്കെ മടിയിട്ടല്ലേ, എല്ലാവർക്കും മടിയുണ്ടാവും. ഓക്കെ, ഇങ്ങനത്തെ കാരണങ്ങളാണ് മടിക്കുള്ള കാരണങ്ങൾ. കാരണം നമ്മൾ ഒരു സുഖ സൗകര്യങ്ങൾ കൂടും, പിന്നെ നമുക്ക് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഇതുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. പിന്നെ വീട്ടിലേക്ക് സാധനങ്ങൾ ഡെലിവറി ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് തന്നെ ഡെലിവറി, ഹോം ഡെലിവറി ഒക്കെ സൗകര്യങ്ങളുണ്ട്. എവിടെയും പുറത്തിറങ്ങണ്ട. പിന്നെ എന്നിട്ട് പൈസ എടുക്കാനേ വരെ ATM പോട്ടെ, ഫോണിനകത്ത് UPI വഴി ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ സൗകര്യങ്ങൾ, ടെക്നോളജിയാണ് മനുഷ്യനെ മടിയനാക്കുന്നത്. മടിയനായാലുള്ള കുഴപ്പങ്ങൾ പറഞ്ഞുതരാം. മടിയനായ നേരത്തെ പറഞ്ഞ സോഷ്യൽ ഫോബിയ മാത്രമല്ല, പിന്നെ നമ്മുടെ തടിക്ക് ഭയങ്കര മോശമാണ്. അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതൊക്കെ കൂടുന്ന എങ്ങനെ മടിച്ചിരുന്നിട്ടാണ്. പണിയെടുക്കുന്ന കൂട്ടർക്ക് ഇതൊക്കെ വരുന്നുണ്ട്, അപൂർവമായിട്ട് വരുമായിരിക്കും. പിന്നെ ഭക്ഷണത്തിൻ്റെ ഡയറ്റും അനുസരിച്ച് വരുമായിരിക്കും. അത് വെറുതെ ഇരിക്കുമ്പോൾ വലിച്ചു വരുത്തുന്നാൽ തടിക്കും. തടിച്ചാൽ എന്താവും, കൊഴുപ്പ് കൂടും. മടി മാറ്റാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ആ ഒരു സെക്കൻഡിനുള്ളിൽ ആരും വീഡിയോ നിർത്തിയിട്ടൊന്നും പോകല്ല. കെയർഫുള്ളായിട്ട് കേൾക്കുക. മടി മാറ്റാനുള്ള കുറച്ച് ടെക്നിക്കലായിട്ടുള്ളതും കുറച്ച് വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ നിന്നുള്ള ഇത്. മടി മാറ്റാൻ ആദ്യം മനസ്സ് വിചാരിക്കണം. എങ്ങനെയെങ്കിലും ഈ മടിയൊക്കെ മാറ്റി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെത്തണം. മടി മാറ്റാൻ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ടാർഗറ്റ് ഉണ്ടാക്കുക, ജീവിതത്തിനൊരു ലക്ഷ്യം വെക്കുക. അതായത് ഒരു ഗോൾ വേണം. ഫുട്ബോളിൽ പോയിട്ട് ഗോൾ അടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ജീവിതത്തിൻ്റെ ഗോളിൻ്റെ കാര്യമാണ് കേട്ടല്ലോ. ഫുട്ബോൾ കളിക്കലല്ല ഇപ്പം പറഞ്ഞ കാര്യം. ഫുട്ബോൾ കളി ഒരു ഗോളാണെന്ന് പറയുന്നത് അത് പോട്ടെ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക.
നമുക്ക് എന്താവണം, ജീവിതത്തിൽ എന്താവണം, ഒന്നുകിൽ ഒരു എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, അല്ലെങ്കിൽ IAS കാരനാവണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരനാവണം, അല്ലെങ്കിൽ ഒരു തൊഴിലാളിയാവണം. എനിത്തിങ് ദാറ്റ്സ് ഡിപ്പെൻഡ് ഓൺലി യു. ഓക്കെ. എന്നിട്ട് അതിലേക്ക് വെക്കാനുള്ള സ്റ്റെപ്പുകൾ പ്ലാൻ ചെയ്യുക. അതായത് ജീവിതത്തിലൊരു അടുക്കും ചിട്ടിയും കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ മടിയന്മാരോടൊന്നേ പറയല്ലോ, മടിയൻ മല ചുമക്കും മറ്റവൻ മല മണ്ടക്ക് കയറി നിന്നിട്ട് നിങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യും. അത് കിടണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇറങ്ങിയിട്ട് പണിയെടുക്കണം. എല്ലാവർക്കും അവരുടേതായ ഡ്യൂട്ടികളുണ്ട്. സമൂഹത്തിൽ എല്ലാവരും അവരുടേതായ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ മടി പിടിച്ചിട്ട് ഒരിടക്ക് മൂലക്കിരുന്നാൽ ശരിയാവുക? ഒരിക്കലും ശരിയാകാൻ പോകുന്നില്ല. അപ്പോൾ അത് മടി മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ. മടി മാറ്റാൻ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അമിതമായുള്ള സോഷ്യൽ മീഡിയ ഉപയോഗം കുറക്കുക എന്നുള്ളതാണ്. അതായത് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. തലച്ചോറിൽ ഈ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്ത് വെച്ചിട്ട് നിങ്ങളെപ്പോൾ ഇത് ഉപയോഗിക്കുക? നിങ്ങൾ ഒരുപാട് അറിവെല്ലാം സോഷ്യൽ മീഡിയയും കണ്ട് വീഡിയോ എല്ലാം കണ്ട് സമ്പാദിച്ചിട്ടുണ്ടാവും. നമ്മളെപ്പോലുള്ള മോട്ടിവേഷൻകാരെ കാണുന്നു. നിങ്ങളിതെല്ലാം കേൾക്കും. എന്നിട്ടോ ഇത് കേട്ട ശേഷം പിറ്റേന്നൊരു ഇത് സെറ്റാവും. എന്നിട്ട് ഇന്നൊക്കെ നാളെ ഒക്കെ 2 ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസം ആകുമ്പോൾ ഇനിയിപ്പം നാളെ ആവട്ടെ എന്നിരിക്കും. അതാണ് ആദ്യം മാറ്റേണ്ടത്. ഇനിയിപ്പം നാളെ ആവട്ടെ എന്നുള്ള ചിന്താഗതി. നാളത്തെ ദിവസം അൺപ്രഡിക്റ്റബിൾ ആണ്. ഇന്നത്തെ ദിവസം മാത്രമേ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ളൂ. ചില കാര്യങ്ങൾ നാളെ മാത്രമേ ചെയ്യാൻ പറ്റൂ. കാരണം ടൈമിൻ്റെ ഇതുകൊണ്ടും കാലാവസ്ഥൻ്റെ ഇതുകൊണ്ടും ചില പ്രശ്നങ്ങൾ കൊണ്ടും പിന്നെ ആ സാഹചര്യം കഴിഞ്ഞു പോയത് കൊണ്ടോ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ നാളേക്ക് മാറ്റി വെക്കുക. പക്ഷേ ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യുക. ഉദാഹരണത്തിന് ഒരു ചെടി നടണമെന്ന് വെച്ചാൽ ചെടി നടുക. നിങ്ങൾക്ക് ഇപ്പം തോന്നുന്ന കാര്യം ഇപ്പം ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഗോൾ സെറ്റ് ചെയ്തു, എന്നിട്ട് സ്കെഡ്യൂൾ ചെയ്തിട്ട് എന്തിനൊക്കെ എത്രയൊക്കെ സമയം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരിത് ചെയ്യരുത്. ഓക്കെ. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. നിങ്ങൾ കുറേ കാലം മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തടി അനങ്ങിയിട്ടുണ്ടല്ലോ, ശരീരത്തിൽ എന്താ പറയുക, ഒരു അനായാസേന മൂവ്മെൻ്റ് ഒന്നും പറ്റില്ല. ശരീരത്തിൻ്റെ മൂവ്മെൻ്റൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ശരിയാക്കാൻ ജോഗിങ് ചെയ്യുക. ഇങ്ങനെ ഓടുന്ന ഓട്ടമൊക്കെ ഉണ്ട്. അതേപോലെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഓടുക. രാവിലെ ഇനി എഴുന്നേൽക്കുക, എന്നിട്ട് തലേക്കുക, വെള്ളം കുടിക്കുക, എന്നിട്ട് ഓടുക. രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ കൂട്ടും. പിന്നെ നമുക്ക് മനസ്സിനൊരു ഇതും കൂടി കിട്ടും, റിലാക്സേഷൻ കിട്ടും. രാവിലെ തന്നെ ഒരു കുറച്ച് വെയിലൊക്കെ കൊണ്ട് ഓടി ഒരു റൈസൊക്കെ കാണുമ്പം തന്നെ മനസ്സിനൊരു കുളിർമയാണ്. അന്നത്തെ ദിവസം തന്നെ ഒരു പോസിറ്റീവ് വൈബ് ആയിരിക്കും. അതായത് എന്ന് വെച്ചാൽ നിങ്ങൾ ഫിനിഷ് ആൻഡ് മങ്കിപ്പൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അതിൻ്റെ അകത്ത് ആ കുട്ടിയോട് പറയുന്നുണ്ട്, അതായത് ദിവസവും ചിരിച്ചു കൊണ്ടുണരാൻ. ചിരിച്ചു ഉണരുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടും. ആ പോസിറ്റിവിറ്റി മറ്റുള്ളവർക്കും കൊടുക്കാൻ പറ്റും. നിങ്ങൾക്കും അത് ഉപകാരപ്പെടും. ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം. അതായത് ഇരുട്ടത്ത് നടക്കുന്നവൻ്റെ ലക്ഷ്യം, അവന് വഴികാട്ടുന്നത് ഒരു വെളിച്ചത്തിൻ്റെ ദീപമായിരിക്കും, ഒരു നക്ഷത്രത്തിൻ്റെ ദീപമായിരിക്കും. മഹാഭാരതത്തിൽ ഏതൊരു കഥയിൽ സൂര്യനെ കൊണ്ട് കർണൻ പറയുന്നുണ്ട് ഈ ഒരു സ്ഥലത്ത്. അപ്പം അതേപോലെ ലൈഫിലൊരു ഗോൾ വെക്കുക, എന്നിട്ട് അത് വെച്ച് മുന്നേറുക. ഓക്കെ. അപ്പം നാളത്തെ വിഷയം എന്ന് പറയുന്നത് എങ്ങനെ മനസ്സമാധാനം നേടിയെടുക്കാം. കുറച്ചു കാലം മനസ്സമാധാനം നേടാനുള്ള ആഗ്രഹമുള്ളവർ ആ വീഡിയോ കാണുക, അല്ലാതെ കാണണ്ട. ശരി, ബൈ.